ഇപ്പോൾ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീമതി ആശ ഉണ്ണിത്താൻ. ഇതിപ്പോൾ സക്രിയ ജോർജ് സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെയോ സൈബർ സെല്ലിന്റെയോ ഒക്കെ ഇത്തരം കേസുകളിൽ അവർ നിഷ്ക്രിയമായി ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതികതയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഓരോ കണ്ണികളിലേക്കും എത്തുക, ഓരോ പ്രതികളിലേക്കും എത്തുക, വലിയ ശൃംഖലയെ പിടികൂടുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പത്തിൽ പോസിബിൾ ആകുന്ന ഒരു കാര്യമല്ല എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഏത് തലത്തിൽ നിയമത്തിന്റെ പരിരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ കഴിയും? ഓക്കെ, IT ആക്ട് ആണ് നമുക്കിപ്പോൾ ഉള്ള നിയമം. അതുപോലെ തന്നെ IPC പരിഷ്കരിച്ച PNS. IT ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ട്രേഡിനും കോമേഴ്സിനും വേണ്ടിയിട്ടാണ്. ട്രേഡിനും കോമേഴ്സിനും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൃത്യമായി പറയുന്നുണ്ട്. അല്ലാതെ അവിടെ മനുഷ്യരെ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുന്ന ഒരു കാര്യങ്ങളെയും പിടിക്കാൻ വേണ്ടിയിട്ടല്ല. 2000 ഉണ്ടാക്കിയ നിയമം 2025 25 കൊല്ലമായിട്ടും അത് വലിയ രീതിയിലൊന്നും അമെൻഡ് ചെയ്യുകയോ ഈ രീതിയിൽ കൊണ്ടുവന്നിട്ടോ ഇല്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഷയം എന്ന് വിചാരിക്കാം. നോക്കൂ, ഈ മേഖലയിൽ, അതായത് നമ്മളിപ്പോ ആക്ച്വൽ വേൾഡിൽ ജീവിക്കുന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇടപെടുന്നേക്കാൾ കൂടുതൽ സമയം വെർച്വൽ വേൾഡിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അടക്കമുള്ള സാങ്കേതിക ഉപകരണങ്ങളിലാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്റർനെറ്റ് ഉള്ളതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ മേഖലയെ, അതായത് ഇ കോമേഴ്സ് മാത്രമല്ല ഇന്റർനെറ്റ് മേഖലയെ മൊത്തം തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണോ മറ്റുള്ളവരെ ചതിക്കാനും പറ്റിക്കാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഇരയാവാൻ വേണ്ടി നമ്മൾ പോയി പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ പറ്റുന്ന ഒരു നിയമം നമുക്ക് ഇല്ല. വിദേശ രാജ്യങ്ങളിലുണ്ട്. നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ പുതിയ നിയമം വന്നേ പറ്റൂ. അങ്ങനെ ഒരു നിയമ നിർമ്മാണം ഇന്ത്യ ആദ്യം ഉണ്ടാക്കണം. നിലവിലുള്ള നിയമങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ വളരെയധികം പരിമിതികളുണ്ട്. ഇനി ആ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റൂൾസോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തലങ്ങളിലോ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ നേരത്തെ അദ്ദേഹമൊക്കെ പറഞ്ഞത് നിലവിലുള്ള പോലീസ് എന്ത് ചെയ്യുന്നതാണ്. നിലവിലുള്ള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോരാ. നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയ റിക്രൂട്ട്മെന്റ്സ് ആവശ്യമുണ്ട്. നമ്മുടെ കേരളം തന്നെ പരിശോധിച്ചാല് IT ഫീൽഡിൽ മാത്രം പഠിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസും അതിലേറെ ഇഷ്ടംപോലെ യോഗ്യതയുള്ള യൂത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇവര് കിട്ടാൻ പാടാണ്. ഈ ഡാർക്ക് വെബ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ ഡാർക്ക് വെബിനെ അതുപോലെ തന്നെ പിടിക്കാൻ പറ്റുന്ന മിടുക്കർ ആയിട്ടുള്ള യുവതലമുറ നമ്മുടെ കയ്യിലുണ്ട്. ആ യുവതലമുറയെ ഉപയോഗിക്കാതെ ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഫോൺ ഉപയോഗം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കാറ് കയ്യിൽ കിട്ടുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെ, താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഈ ചതിക്കുഴിയിൽ പെട്ടുപോകാതിരിക്കാൻ എന്ത് ജാഗ്രത കൈക്കൊള്ളാം എന്നത് വലിയൊരു ചോദ്യമാണ്. താങ്കൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ കെണികളിൽ പെട്ടുപോകുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരുപാട് കഥകൾ, കേസുകളൊക്കെ കേട്ടിട്ടുണ്ടാകാം, കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ സ്ത്രീകൾ എന്നുള്ള നിലയിലൊക്കെ ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ ഏത് തലത്തിലുള്ള ജാഗ്രത പിന്തുടരണം? അതായത് എല്ലാ സ്ത്രീകളുടെ കയ്യിലും മൊബൈലുണ്ട്. അപ്പൊ എല്ലാ സ്ത്രീകളും പല പല ആവശ്യങ്ങളായി ബന്ധപ്പെട്ട് മൊബൈലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ കോടതികളിലെയും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളും നോക്കിയാൽ സ്ത്രീകളുടെ പ്രതികളായിട്ടുള്ള എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ചതിക്കുഴിയിൽ പെട്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ശരീരം എടുത്ത് മോർഫ് ചെയ്തു, ഞാനല്ല എന്ന് പറയുകയും സുന്ദരമായി അവിടെ നിന്ന് പോരുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അതിനുള്ള ഗട്ട്സ് നമുക്ക് ഉണ്ടായി വരണം, അത് മറ്റൊരു കാര്യം. പക്ഷെ ഒപ്പം തന്നെ എന്നെ അങ്ങനെ ഉപദ്രവിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന എന്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്റെ ഇമേജിനെ അല്ലെങ്കിൽ എന്റെ വീഡിയോസിനെ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ പിടിക്കുകയും വേണം. പക്ഷെ ഒപ്പം തന്നെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ടും നമ്മളെ പിടിക്കുന്ന കാര്യങ്ങൾ എത്ര സ്ത്രീകളാണെന്ന് പറയും ചീറ്റിംഗ് കേസിൽ പ്രതികളായിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടും, അതായത് എന്റെ ശരീരത്തെയും എന്റെ സമ്പത്തിനെയും എല്ലാ രീതിയിലും എന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന പല സ്ത്രീകൾ ആത്മഹത്യയിലേക്ക് പോലും എത്തുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. വെറും ഈ ചീറ്റിംഗ് കേസോ അല്ലെങ്കിൽ മറ്റു പല ചെറിയ ചെറിയ ഒഫൻസുകൾ എന്ന രീതിയിൽ ഇപ്പൊ ലൈംഗികമായി ചൂഷണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണാതെ അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്റെ അടുത്ത് പരാതിയായി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവര് രഹസ്യമായി വന്ന് പറയുന്നു, അവർക്ക് പരസ്യമായി പറയാൻ പറ്റുന്നില്ല. ഇതിനെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം. തീർത്തിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന പരിപാടിയും മാറ്റേണ്ട സമയമുണ്ട്.
അപ്പൊ അതാ പറഞ്ഞത് ഇതിന്റെ മേഖലയിൽ ഒരു നിയമം ഉണ്ടാക്കിയേ പറ്റൂ. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെട്ടത്. എന്തായാലും